ഒരുമിച്ച് വിശേഷ ദേവദാസൻ ഡാനിയൽ സാറും ബെഞ്ചമിനും കുടുംബത്തോടെല്ലാം ഒരുമിച്ച് സെന്ററിൽ പ്രാവശ്യം കഴിയുവാൻ ദൈവത്തെ സഹായിച്ച് നല്ല കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ 2 മാസക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകം ഡാനിയൽ സാറിന് നന്ദി പറയുന്നു. കാരണം ഇത്രയും നല്ല താമസ സൗകര്യവും നല്ല ഭക്ഷണമൊക്കെ ഈ 2 മാസക്കാലം സാറിന് ഇവിടെ നിർത്താൻ എനിക്ക് തോന്നിയതിന് ഒരുപാട് നന്ദി പറയുന്നു. കാരണം പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ ഒരു ജോലി ചെയ്യാതെ എവിടേക്കും നിർത്തത്തില്ല. കാരണം അതിന് ഒരുപാട് സാറിന് നന്ദി പറയുന്നു. പിന്നെ ബെഞ്ചമിനെ ഒറ്റയ്ക്ക് സ്തുതിക്കുന്നു. കാരണം ഒരുപാട് ബെഞ്ചമിന്റെ വർഷിപ്പ് ഈ നമ്മളിരിക്കും ഒരുപാട് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആത്മിക സന്തോഷം പ്രാപിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ചർച്ചയിലൊക്കെ എന്ന് വെച്ചാൽ കുമ്പനാട് ചർച്ചക്കോടാണ് ഞങ്ങൾ കൂടുന്നത്. ഒരുപാട് പെന്തക്കോസ്ത് ഭയങ്കര പാരമ്പര്യമായിട്ടുള്ള ചർച്ചയാണ്. അവിടേക്ക് ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവിക സാന്നിധ്യം ദൈവം അനുഭവിക്കാൻ സഹായിച്ചു. ഒരുപാട് നന്ദി പറയുന്നു ബെഞ്ചമിനോടും ആന്റിയോടും ഞാൻ അധികം സംസാരിച്ചില്ലെങ്കിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ആന്റിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഫുഡ് 3 നേരം 4 നേരം നന്നായിട്ട് കഴിക്കാൻ ദൈവം സഹായിച്ചു. എനിക്ക് ഇവിടെ വന്ന ശേഷം ഇത്ര വണ്ണം വെച്ചത്. കാരണം ഞാൻ വണ്ണം വെക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട് വണ്ണം വെക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ വണ്ണം വെച്ചത്. ഞാൻ ഇവിടെ കൂടെ പപ്പടത്ത് പറഞ്ഞു ഇവിടെ കുറച്ച് നേരം കൂടെ നിന്ന് ഞാൻ കുറച്ചും കൂടെ വണ്ണം വെക്കുന്നു. അതുപോലെ അത്രയ്ക്ക് നല്ല ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ട്. കാരണം ഇത്രയും പേർക്ക് ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെല്ലാം ഇത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്ന ആന്റിമാർക്ക് ഒരുപാട് നന്ദി. പിന്നെ പ്രിൻസിയുടെ അനിയനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഗേൾസ് ഹോമിലായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ പ്രിൻസിയുടെ അനിയനായിട്ടായിരുന്നു. അവർ ഒരു ചേച്ചി എന്നതിനേക്കാൾ നല്ലൊരു ഫ്രണ്ട്സായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടുന്ന് പോയാലും ഉണ്ടാകട്ടെ. നമ്മൾ പല കാര്യങ്ങളും സ്പിരിച്വലി ആണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. നല്ല സ്നേഹത്തോടെ ഇടപെടുവാൻ ദൈവം സഹായിച്ചു. പിന്നെ ഇവിടുത്തെ ദൈവമക്കള് എല്ലാവരും പ്രത്യേകിച്ച് സോളമൻ പാസ്റ്ററുകള് എനിക്ക് ചില അംഗന്മാരെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ട്. അതിലൊരു ഫേവറേറ്റ് ആയിട്ട് എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുന്നതാണ് സോളമൻകള്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ജോലി ഇല്ലാതെ ഇപ്പം 2 മാസമായിട്ട് ഇവിടെ നിന്ന് ഞാൻ പഠിച്ചത് അനസ്തീഷ്യയാണ് പഠിച്ചത്. കാരണം ഈ കേരളത്തിൽ കുറച്ച് ഹോസ്പിറ്റലുള്ള കോഴ്സ് അത്രയ്ക്കും ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ 4 സീറ്റുള്ളായിരുന്നു. ഇതിന് കുറേ പേര് ഇതിന് ഇന്റർവ്യൂ എഴുതി എക്സാം എഴുതിയൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു കോഴ്സാണത്. ഞാൻ നേഴ്സിംഗിന് പഠിക്കാൻ പോയിട്ട് 2 മാസം നേഴ്സിംഗ് പഠിച്ചിട്ട് ബാംഗ്ലൂർ പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് കേരളത്തിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കേരളത്തിൽ തന്നെ ഞാൻ പഠിച്ച കോഴ്സ് അനസ്തീഷ്യ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളെ വെറുതെ ഇരുന്നുള്ളൂ. 4 വർഷം ഞാൻ പഠിച്ച സ്ഥലത്ത് തന്നെ 4 വർഷം ഞാൻ ജോലി ചെയ്യാൻ എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ മോർഡീവ്സിൽ പോയി ജോലി ചെയ്യാൻ. അവിടെ ഒരു 7-8 മാസം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പം ഇവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. പക്ഷെ എന്നെ വിളിക്കാന്ന് പറഞ്ഞ് അവർ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന അവർ ഓൾറെഡി പറഞ്ഞു. എന്നിട്ടും എന്നെ അവർ വിളിച്ചില്ല. ആദ്യമായിട്ടായിരിക്കും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ സെലക്ട് ആക്കിയോ 2-3 തവണ അവരെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞ് സെലക്ട് ആക്കി അവർ ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു. എന്നിട്ട് എന്നെ വിളിച്ചില്ല. അപ്പം ഞാൻ ഇവിടെ റൂമിൽ ഇരിക്കുന്ന സമയത്തേക്ക് എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അവരൊക്കെ ഫോണിലൊക്കെ സ്റ്റാറ്റസ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമം. എനിക്ക് മാത്രം ജോലി ചെയ്തില്ലോ. എനിക്ക് ചില സമയത്ത് ഭയങ്കര വിഷമം വരുമ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആ സങ്കടം എന്തോ ഞാൻ മറന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പിള്ളേരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് സ്നേഹമാണ്. അപ്പം ഞാൻ പോവാന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര വിഷമം പോലെയാണ്. എപ്പോഴും എൻ്റെ അടുത്ത് പറയും പോയില്ലെന്ന് പറയും. അപ്പം ഭയങ്കര സന്തോഷമാണ്. ആൺകുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ കുറച്ച് നേരമുള്ളൂ. പക്ഷെ 2 പിള്ളേരെയും 2 ആൺപിള്ളേരെയും പെൺപിള്ളേരെയും ഞാൻ ഒരുപാട് ഞാൻ എവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഈ ഡിസംബർ 1 ദുബായിലേക്ക് കടന്നു പോവാണ്. ജോലി എനിക്ക് ആയിട്ടില്ല. പക്ഷെ ജോലി കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിച്ചുകൊണ്ട് പോവാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ പപ്പയും ഉമ്മയോ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവർ ഒരു 10-15 വർഷക്കാലം പുല്ലാടായിരുന്നു ഒരു ഓർഫനേജിന്റെ പ്രവർത്തനമായിട്ട്. അവിടെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. എൻ്റെ ഒരു അറിവ് 5ാം ക്ലാസ് മുതൽ ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ +2 +1 പഠിത്തമൊക്കെ ഓർഫനേജിൽ അവിടെ തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷം അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി. പിന്നെ പപ്പ 2 വർഷക്കാലം ശ്രമിച്ചു. പിന്നെ പപ്പയുടെ ഇഷ്ടമെന്ന് വെച്ചാൽ ഇങ്ങനെ പരസ്യയോഗം ചെയ്യാനും അങ്ങനെ ഒക്കെ
ഈ ദൈവം നമുക്കൊന്നുമില്ല, പക്ഷെ ദൈവം ഞങ്ങളെ നടത്തുന്ന അത് ഒരിക്കലും ദൈവത്തെ മറക്കാൻ പറ്റില്ല. എവിടെ പോയാലും ഇപ്പൊ ഞാൻ എവിടെ പോയാലും പല ശത്രു നമ്മളെ തകർക്കാൻ നോക്കും, പക്ഷെ അതൊന്നും ആ ഒരു ഇത് നമ്മളെ എപ്പോഴും ദൈവം താങ്ങി നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും, വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണെങ്കിലും എല്ലാത്തിലും ദൈവത്തിന്റെ ഓരോ നന്മകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ ജോലിയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഞാനിവിടെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ ഒരിക്കലും മറക്കത്തില്ല എൻ്റെ ഈ 2 മാസത്തെ ഇവിടുത്തെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നല്ല സ്നേഹമായിട്ട് ഇടപെട്ടു. പിന്നെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്നാൽ എല്ലാവർക്കും നന്ദി അറിയിച്ചു.